ലക്ഷക്കണക്കിന് സാധാരണ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു നിയമ പോരാട്ടത്തിന് അമേരിക്കയിൽ തുടക്കമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈൽഡ് കെയർ ഫണ്ടുകളും കുടുംബസഹായ പദ്ധതികളും തടഞ്ഞുവെക്കാൻ ശ്രമിച്ചതിനെതിരെ പ്രമുഖ സിവിൽ റൈറ്റ്സ് സംഘടനകൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തെറ്റായ ആരോപണങ്ങളുടെയും വംശീയമായ മുൻവിധികളുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാർ പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഫണ്ട് തടയാൻ ശ്രമിച്ചതെന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആരോപണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ തുടങ്ങിയ ആരോപണങ്ങൾ എങ്ങനെയാണ് കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് മരവിപ്പിക്കലിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് മനുഷ്യാവകാശ സംഘടനകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചത്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ പുതിയ കേസ് എന്നും ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയൻ, LLU ഓഫ് ഇലിനോയി, LLU ഓഫ് കൊളറോഡോ, നാഷണൽ വിമൻസ് ലോ സെന്റർ, നാഷണൽ സെന്റർ ഫോർ ലോ ആൻഡ് എക്കണോമിക്സ് ജസ്റ്റിസ് എന്നീ പ്രമുഖ സംഘടനകൾ ചേർന്നാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഇവർ ആവശ്യപ്പെട്ട രേഖകൾ സമഗ്രമായി നൽകാൻ ഭരണകൂടം തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഈ നിയമ പോരാട്ടം. ട്രംപ് ഭരണകൂടവും തീവ്ര വലതുപക്ഷ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, സൊമാലിയൻ കമ്മ്യൂണിറ്റിക്കെതിരെ ഉയർത്തിയ തട്ടിപ്പാരോപണങ്ങൾ, അതിന്മേൽ ഭരണകൂടം കൈക്കൊണ്ട നടപടികൾ എന്നിവയുടെ യഥാർത്ഥ രേഖ പുറത്തുവിടണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇനി സോഷ്യൽ മീഡിയ വീഡിയോയും വ്യാജ ആരോപണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വിവാദങ്ങളുടെ തുടക്കം 2025 ഡിസംബറിലാണ്. നിക് ഷെർലി എന്ന തീവ്ര വലതുപക്ഷ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മിനിസോട്ടയിലെ 10ഓളം ചൈൽഡ് കെയർ സെന്ററുകൾ സന്ദർശിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടു. ഈ കേന്ദ്രങ്ങളിൽ കുട്ടികൾ ആരും ഇല്ലെന്നും ഇല്ലാത്ത കുട്ടികളുടെ പേരിൽ സർക്കാരിൽ നിന്ന് വ്യാജമായ തുക തട്ടിയെടുക്കുന്നുവെന്ന് ആയിരുന്നു ഷെർലിയുടെ ആരോപണം. പ്രത്യേകിച്ച് സൊമാലിയൻ വംശജർ നടത്തുന്ന ഡേ കെയറുകളെയും ഡെമോക്രാറ്റിക് പ്രാദേശിക ഭരണാധികാരികളെയുമായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടത്. ഇലോൺ മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ മസ്ക് തന്നെ ഈ വീഡിയോ റീപോസ്റ്റ് ചെയ്തതോടെ ഇത് വൻതോതിൽ വൈറലായി. എന്നാൽ ഇതിന് യാതൊരുവിധ തെളിവുകളും ഇൻഫ്ലുവൻസർ ഹാജരാക്കിയിരുന്നില്ല. പത്രപ്രവർത്തകർ ഇയാളോട് തെളിവുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ വീഡിയോ കാണിച്ചു തന്നു, ഇനി നിങ്ങളാണ് വിലയിരുത്തേണ്ടത് എന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ ഇതിനുശേഷം പ്രാദേശിക മാധ്യമ പ്രവർത്തകരും സംസ്ഥാന അന്വേഷണ ഉദ്യോഗസ്ഥരും നേരിട്ട് നടത്തിയ പരിശോധനയിൽ നിക് ഷെർലിയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് തെളിഞ്ഞു. ആരോപണമുയർന്ന 10 കേന്ദ്രങ്ങളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലും കുട്ടികളും അധ്യാപകരും സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ശേഷിക്കുന്ന ഒരു കേന്ദ്രം അന്നേ ദിവസം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നില്ല. ഒരു കേന്ദ്രം വർഷങ്ങൾക്ക് മുൻപേ അടച്ചുപൂട്ടിയതായിരുന്നു. അതായത് വംശീയമായ മുൻവിധിയോടെ നിർമ്മിച്ച ഒരു വ്യാജ വീഡിയോ മാത്രമായിരുന്നു അതെന്ന് വ്യക്തമായി. എങ്ങനെയാണ് ഈ $10 ബില്യൺ ഫണ്ട് മരവിപ്പിക്കൽ നടന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായ ഈ വീഡിയോയും പ്രചരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ 2026 ജനുവരിയിൽ ട്രംപ് ഭരണകൂടം US-ലെ 5 പ്രധാന സംസ്ഥാനങ്ങൾക്കുള്ള $10 ബില്യൺ വരുന്ന ഫെഡറൽ സാമ്പത്തിക സഹായം മരവിപ്പിച്ചു. ഇതിൽ കാലിഫോർണിയ, കൊളറാഡോ, ഇലിനോയ്, മിനിസോട്ട, ന്യൂയോർക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. കുട്ടികളുടെ പരിപാലനത്തിനായുള്ള ചൈൽഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട്, അതായത് CCDF, നിർധന കുടുംബങ്ങൾക്കായുള്ള ടെമ്പററി അസിസ്റ്റന്റ് ഫോർ നീഡി ഫാമിലീസ്, അതായത് TANF, സോഷ്യൽ സർവീസ് ബ്ലോക്ക് ഗ്രാന്റ്, അതായത് SSBG എന്നീ പദ്ധതികളാണ് മരവിപ്പിച്ചത്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് ആഹാരം, വസ്ത്രം, കുട്ടികളുടെ സംരക്ഷണം എന്നിവ ഉറപ്പാക്കാൻ ആശ്രയിക്കുന്ന പദ്ധതികളായിരുന്നു ഇത്. ഈ നടപടിക്കെതിരെ അതാത് സംസ്ഥാന സർക്കാരുകൾ ഉടനടി കോടതിയെ സമീപിച്ചു. കോടതി ഇടപെടുകയും 2026 ജനുവരി 9 ഫണ്ട് തടഞ്ഞുവെച്ച ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. തുടർന്ന് ആഭ്യന്തര ഇമെയിലുകളും രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ ട്രംപ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതോടെ 2026 ജൂലൈയിൽ ഫണ്ട് മരവിപ്പിച്ച് ഉത്തരവ് പിൻവലിച്ച് ഭരണകൂടം കേസ് ഒത്തുതീർപ്പിലാക്കാൻ നിർബന്ധിതരായി. എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്ര സുപ്രധാനമാകുന്നത് എന്ന സംശയമായിരിക്കും പലർക്കും ഉള്ളത്. നമുക്ക് നോക്കാം. ഫണ്ട് തടഞ്ഞുവെച്ച ഉത്തരവ് പിൻവലിച്ചെങ്കിലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണകൂടം ഇത്രയും വലിയൊരു തീരുമാനമെടുത്തത് എന്നതിൽ പൂർണ്ണമായ സുതാര്യ വരുത്തണമെന്നാണ് സിവിൽ റൈറ്റ്സ് ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നത്. ACLU വിമൻസ് റൈറ്റ് പ്രൊജക്ടിലെ മുതിർന്ന അഭിഭാഷകയായ ലിൻഡ മോറിസ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അഭയാർത്ഥികൾക്കും സൊമാലിയൻ വംശജർക്കും എതിരെയുള്ള വംശീയമായ മുൻവിധികളും രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങളുമാണ് ചൈൽഡ് കെയർ ഫണ്ടുകൾ തടയാൻ അവരെ പ്രേരിപ്പിച്ചത്.
സർക്കാരിന്റെ നിരൂപണങ്ങളിൽ വംശീയതയും രാഷ്ട്രീയ പ്രതികാരവും കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനും ഭരണകൂടത്തെ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാക്കാനും ഈ നിയമ പോരാട്ടം അത്യന്താപേക്ഷിതമാണെന്നാണ് അവർ പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ തെറ്റായ വിവരങ്ങളും രാഷ്ട്രീയ അജണ്ടകളും ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നയങ്ങളായി മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. സാധാരണക്കാരായ പതിനായിരക്കണക്കിന് കുട്ടികളുടെയും നിർധന കുടുംബങ്ങളുടെയും ആനുകൂല്യങ്ങളാണ് യാതൊരു അന്വേഷണവും ഇല്ലാതെ തടഞ്ഞുവെക്കപ്പെട്ടത്. കോടതി ഇടപെടലുകളിലൂടെ ഫണ്ട് പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും ഭരണകൂടം നടത്തിയ ഈ അന്യായമായ ഇടപെടലുകളുടെ പിന്നിലെ യഥാർത്ഥ വിവരങ്ങളും രേഖകളും പുറത്തു വരുന്നത് വരും ദിവസങ്ങളിലെ നിയമ പോരാട്ടങ്ങളിൽ നിർണായകമാകും.